ഹായ് സ്റ്റുഡൻസ്, ഇന്ന് +2 അക്കൗണ്ടൻസി 2025 വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഞാൻ 13 ക്വസ്റ്റ്യൻസ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ്. 2025 വന്ന ക്വസ്റ്റ്യനാണ്. ഈ മോഡലിൽ തന്നെയായിരിക്കും ഈ വർഷം ക്വസ്റ്റ്യൻ വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. അമൽ ആൻഡ് ബാലു രണ്ടുപേരെ A and B പാർട്ട്നേഴ്സ് ഷെയറിങ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 3:1. 3:1 എന്ന പ്രൊപ്പോർഷനിലാണ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. രാജേഷ് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. രാജേഷിനെ ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഫേം ഫോർ 1/5 ഷെയറിനാണ് രാജേഷിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. രാജേഷിന് കൊടുക്കുന്നത് 1/5 ഷെയർ. രാജേഷ് ബ്രിങ് 30,000 ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. രാജേഷ് ദ ക്യാപിറ്റൽസ് ഓഫ് അമൽ ആൻഡ് ബാലു ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ 85,000 ആൻഡ് അതായത് രാജേഷ് വരുമ്പോൾ 35,000 85,000 ആണ് ഇവരുടെ ക്യാപിറ്റൽ. അത് കഴിഞ്ഞിട്ട് അവർ തീരുമാനിക്കുന്ന എഗ്രീഡ് ടു ഷെയർ ക്യാപിറ്റൽ ഷുഡ് ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം. അപ്പോൾ നോക്കി, ഓൾഡ് റേഷ്യോ 3:1 ആണ്. ഇവിടെ 6നെ അഡ്മിറ്റ് ചെയ്യുന്നത് 1/5 ഷെയറിനാണ് 6നെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 വന്നതിന് ശേഷം 6ന് 1/5 കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി 4/5 ഉണ്ട് ഇവിടെ പാർട്ട്ണർമാർക്ക് ഷെയർ ചെയ്യാൻ. അത് വെച്ച് പുതിയ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെ ന്യൂ റേഷ്യോ കാണാൻ എയുടെ പ്രൊപ്പോർഷൻ 3/4 ആണ്. 3/4 ഇൻറ്റു 4/5 അപ്പോൾ 12/20 കിട്ടും. ഇനി ബീസ് ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 1/4. 3:1 അല്ലേ, അപ്പോൾ 1/4 ഇൻറ്റു 4/5. ബാക്കി റിമൈനിങ് ഇവർക്ക് ഷെയർ ചെയ്യാനുള്ള 4/5 ആണ്. അപ്പോൾ 4/20 കിട്ടും. അപ്പോൾ പുതിയ റേഷ്യോ 12:4:4. അതായത് പുതിയ ആൾ വരുന്ന ആൾക്ക് 1/5 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1/5നെ നമ്മൾ 20 ആക്കുമ്പോഴത്തേക്കും ന്യൂമറേറ്ററിന് 4 അപ്പോൾ 4/20 കിട്ടും. എന്നിട്ട് നമ്മൾ ഇനി ചെറുതാക്കി കഴിയുമ്പോൾ 3:1:1 ആണ് പുതിയ റേഷ്യോ. ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ അതായത് 1/5 ഷെയറിന് വേണ്ടിയിട്ട് അയാൾ 30,000 കൊണ്ടുവരുമ്പോൾ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ അതിൻ്റെ 5 ഇരട്ടി വരും. അതായത് 1,50,000. ഈ 1,50,000ൻ്റെ 3/5 അതായത് പുതിയ റേഷ്യോ അനുസരിച്ച് 3/5 എയ്ക്ക് വേണം. അപ്പോൾ 90,000 വേണം. എയ്ക്ക് 85,000 ഉള്ളൂ. അപ്പം ബാക്കി 5,000 എ കൊണ്ടുവരണം. പിന്നെ ബിയുടെ ഷെയർ 30,000 വരും. അതായത് 1,50,000ന് 5/1. അപ്പം ബിക്ക് ഇവിടെ 35,000 നിൽപ്പുണ്ട്. അപ്പം 5,000 ബിക്ക് കൊണ്ടുപോകാം. അപ്പം ജേണൽ എൻട്രി എ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു എസ് ക്യാപിറ്റൽ എന്ന് വരും. ഇനി ബി കൊണ്ടുപോകുമ്പോൾ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. ഇത്രയും ചെയ്തു വെച്ചാൽ 3 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് ഡിസൊല്യൂഷൻ. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഹു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 3:2. എയും ബിയും ആണ് ഇവിടെ പാർട്ട്ണർമാർ. ദ ഫോളോയിങ് ഇസ് ദർ ബാലൻസ് ഷീറ്റ്. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ, ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് അസറ്റ് ക്യാഷ് ഒഴികെയുള്ള എല്ലാ അസറ്റും എടുത്തെഴുതുക. ഈ ഡെപ്റ്റേഴ്സ് 40,000 ഇവിടേക്ക് നമ്മൾ കൊണ്ടുവന്നു. സ്റ്റോക്ക് 70,000. ദെൻ ഫർണിച്ചർ എല്ലാ അസറ്റും ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റീസും എല്ലാം ക്രെഡിറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ഒഴികെയുള്ള എല്ലാ ലയബിലിറ്റീസും ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് അസറ്റ് വിറ്റ് കിട്ടുന്നത് ഇവിടെ പറയുന്നുണ്ട്. ദ റിയലൈസ്ഡ് വാല്യൂ ഓഫ് ഓൾ അസറ്റ് വിറ്റ് കിട്ടിയത് ബൈ ബാങ്ക് എന്നിവിടെ കാണിക്കാം. 1,50,000 അസറ്റ് വിറ്റ് കിട്ടി. എന്നിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ക്രെഡിറ്റേഴ്സ് വേർ പെയ്ഡ് ഇൻ ഫുൾ. ഈ ക്രെഡിറ്റേഴ്സ് 20,000 കൊടുത്തു കിട്ടും. അപ്പോൾ ടു ബാങ്ക് ക്രെഡിറ്റേഴ്സ് കൊടുത്തു തീർത്ത് കാണിക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ആകെ 1,80,000 ആണ് ഇവിടെ ചിലവ് വരുന്നത്. പക്ഷേ ആകെ ഇവിടെ ഉള്ളത് 1,70,000 ഉള്ളൂ. 10,000 നഷ്ടം വരും. ഈ നഷ്ടം ഇവർ റേഷ്യോയിൽ വീതിക്കണം. അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 എന്നുള്ള പ്രൊപ്പോർഷനിൽ അവരത് വീതിക്കണം. 3:2 എന്നുള്ള പ്രൊപ്പോർഷനിൽ വീതിക്കുമ്പോൾ 6,000 4,000 വെച്ച് എയും ബിയും ആ ലോസ് സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് 14ൻ്റെ 15ൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നോക്കി ആൻസറും കേട്ട് വീണ്ടും കൃത്യസ്ഥമാക്കി ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരാം. റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാനും പിന്നെ ഇങ്ങനെ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. നന്നായി കേട്ട് പഠിക്കുക. താങ്ക് യു.